ഹലോ, എന്തുകൊണ്ട് വിശേഷം? ഇന്ന് വെളുപ്പിലെ അത്താഴത്തിന് സാമ്പാറും മുട്ട പൊരിച്ചതും ചോറും. പിള്ളേരെല്ലാം പോയി അങ്ങോട്ട് കിടന്നില്ല, അവിടെയൊക്കെ ഇരിക്കുന്നു. ഒരു ഉറക്കപ്പിച്ച. എല്ലാവരും കഴിച്ചു, ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാനിനി. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാണിക്കും. ഇത് ഇന്നലത്തെ ഒരു ഇച്ചിരി ഇറച്ചിയുടെ ഇതാ. വയസ്സ് ഞാൻ പിള്ളേരെയൊക്കെ കാണിക്കാവേ. ഓക്കെ, ഇനി ചായ കൊടുക്കാം അവർക്ക്. അവരെല്ലാവരും അപ്പുറത്ത് പോയി കഴിച്ചിട്ട്. ഞാനും ഉറക്കപ്പിച്ച് തരാം. 2 മണിയൊക്കെ ആവും കിടക്കാൻ. കഴിവും പറഞ്ഞ് മൊബൈലും നോക്കി പിന്നെ ഉറക്കപ്പിച്ച് തരാം എല്ലാവരും. കൊടുക്കാം. ചായ ഒരു ഹായ് പറഞ്ഞു. എല്ലാവരും ഇരുന്ന് ഉറങ്ങുവാ. ഒരാളവിടെ കിടപ്പുണ്ട്. ഒരാൾ കയറി മൂടിപ്പൊതിച്ച് കിടന്നെന്ന് തോന്നുന്നു. മോളെ വാ, ചായ കുടിക്കാം. കുടിച്ചു കഴിഞ്ഞാ? എന്നാ മോന് പറഞ്ഞോ എന്തെങ്കിലും. രാവിലെ വ്ലോഗ് എടുക്കാൻ പറഞ്ഞതാ. ഉറക്കപ്പിച്ചയാള്. ഉറക്കം മാറിയോ? നീ മോളെ മോക്കും കൂടെ വിളിച്ചിട്ട് ചായ കൊടുക്കും. അവള് കയറിയാൻ കടന്നു മൂടിപ്പൊതിച്ചിട്ട്. ഇതുവരെയുള്ള എല്ലാ നോമ്പും എടുത്തവള്. രണ്ടാമത്തെ നോമ്പാണല്ലോ ഇതുവരെ ഉള്ളതെന്ന് പറയാൻ. അവക്കൂടെ ചായ കൊടുത്തിട്ട് കാണിക്കാം. സോനായ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കി ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. സോന, ഉറക്കം തെളിഞ്ഞില്ലയോ? കഴിച്ചിട്ട് പോയി കിടന്നതാ. എന്തുവായിരുന്നു നമ്മളെ ഇന്ന് തന്നത്? ഓർമ്മയുണ്ടോ? വെളുപ്പിലെ തന്നത് എന്തുവായിരുന്നു? ചോറിൻ്റെ കൂടെ കറി എന്തുവായിരുന്നു? ഇറച്ചിക്കറിയായിരുന്നു അന്ന് തന്നത്. സാമ്പാർ, മുട്ട പൊരിച്ചത്, അതിൻ്റെ കൂടെ ഇന്നലത്തെ ഇച്ചിരി ഇറച്ചിച്ചാറ്. ഇപ്പൊ എന്തോ പറയാനുള്ള? ഒന്നും പറയാനില്ല. ചിക്കു ഉണർന്നിരിക്കുക. ചിക്കു രാവിലെ ഉണർന്നോ? ചിക്കു നിനക്കൊന്നും വേണ്ടേ ചോറും കറിയൊന്നും? ടാറ്റ പറഞ്ഞേ. ഗൈസ്, അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി നോമ്പ് തുറക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ കാണാം. ഉറക്കം തെളിഞ്ഞില്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കിനി നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ കാണാം. അതായത് നമ്മൾ വൈകിട്ട് നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഫുഡ് കുക്ക് ചെയ്യാനും ആ കയറുന്ന ടൈമിൽ കാണാം. രണ്ടാമത്തെ നോമ്പ് ആയപ്പോഴത്തേക്ക് ഇങ്ങനെ. ഇനിയുള്ള നോമ്പ് അങ്ങനെ പിടിക്കും? നോമ്പ് പിടിക്കുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ ഡ്രസ്സാണ് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് വൈകുന്നേരം കാണാം. ബൈ. ഹാപ്പി ഒരു ഹായ് കൊടുത്തേക്ക്. ഹേ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നോമ്പ് മുറിക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മുട്ട. ഇതെനിക്കറിയാം, മുട്ട. ഇന്ന് മുട്ടക്കറിയും സവാപ്പ വെച്ചിട്ട് അരിപ്പത്തിരിയും മുട്ടക്കറിയും അരിഞ്ഞു വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇനി എല്ലാം തുടങ്ങാം. ഇനി മുട്ട പുഴുങ്ങണം. പുഴുങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. വാപ്പി എവിടെ പോയി? റിസ്വാന എവിടെ പോയി? വാപ്പി കടയിൽ പോയി. റിസ്വാനപ്പുറത്തോട്ട് പോയി. തടച്ചു വെക്കും. പിന്നെ കഞ്ഞി മേടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പള്ളിയിൽ എല്ലാവരും കഞ്ഞി മേടിക്കുന്നത്. ആരും വീടുകളിൽ വെക്കാറില്ല. പള്ളിക്കഞ്ഞി നല്ല
നല്ല ചൂട്. അവിടെ കുടിച്ചു വരുമ്പോൾ ഒരു ഉന്മേഷം. ഏത്തയ്ക്കാപ്പവും കൂടി എടുക്കണം. ഏത്തയ്ക്ക പൊരിക്കണം. അതിനുള്ള ഇതാക്കി ഇത് മുട്ടക്കറി അങ്ങ് വെച്ചിട്ടേ റെഡിയാക്കാം. മുട്ട ഇപ്പം ഇനി എന്തുവാ? ഇനിയൊന്നുമില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാമെന്നാ. ഓക്കെ ബൈ. ഇങ്ങനെ മുട്ടക്കറി അടപ്പയിലാക്കി ഇനി മൂടി വെച്ചൊന്ന് വേവിക്കണം. ആരാ മുട്ടക്കറി വെക്കുന്നേന്ന് കാണണ്ടായോ? പഴയ ഒരു പാചകക്കാരനാണ്. ഓ ആയിക്കോട്ടെ. നേരത്തെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, ഇറച്ചിയൊക്കെ കറി വെക്കുന്ന. മുട്ട പൊടിഞ്ഞു പോവല്ലേ? മുട്ടയൊന്നും പൊടിയത്തില്ല. അങ്ങനെ മുട്ട റെഡിയായി. ഇനി ഇത് മൂടി വെച്ച് ചാറ് ഇച്ചിരിയും കൂടെ വേണോ കറിക്കോ? മതി ഇത്രയും മതിയാവും. ജ്യൂസ് വരരുതോ? ശകലവും കൂടെ ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചാല് ഇളക്കിയാരെ മതിയല്ലോ. ഓക്കെ അല്ലേ? ചാറ് ഇച്ചിരി വേണം. തേങ്ങാപ്പാൽ എടുത്തില്ല, അതുകൊണ്ട് പിന്നെ ചാറ് ഇത് വേണ്ടി വരുമോ മുട്ടക്കറിക്ക്? മതിയോ? ഓക്കെ. ബാക്കി ഇനി ഒത്തിരി തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ, അതെല്ലാം അവിടെ ഇരിക്കുക. എല്ലാം ഒന്ന് അടിച്ചിട്ട് കാണും. ഇക്ക അങ്ങ് തണ്ണിമത്തൻ റെഡിയാക്കാന്ന് പറയും. പിന്നെ എനിക്ക് അത്രയും ജോലി ഒതുങ്ങുമല്ലോ. ഇങ്ങനെ ആക്കി അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ പകുതി മിക്സിയുടെ ഇതും വരും. കറണ്ടിന് ലാഭം. എല്ലാവർക്കും നല്ല ടേസ്റ്റ് അതിലേക്ക് കറണ്ടും ലാഭമാവും. മിക്സിയിൽ ഇട്ട് അടിക്കണ്ട. കറണ്ട് ചാർജും കൂടത്തില്ല. ഇങ്ങനെ എടുക്കാവുന്ന. ഇത് നമ്മുടെ സിറ്റി ബേക്കറിയിലെ സാധനമാണ്. ഫ്രഷ് സാധനമാണ്. എല്ലാം അന്നന്ന് ഇതായി കൊണ്ടുവരുന്നതാണ്. സിറ്റി ബേക്കറി പൂനാട്. പ്രമോഷനല്ല, നമ്മളവിടെ സ്ഥിരം സാധനം മേടിക്കുന്ന എല്ലാം ഫ്രഷ് സാധനമാണ്. എല്ലാം നല്ലതാണ്. നല്ലതുപോലെ കാണുമ്പേ വെട്ടക്കുറവായിരുന്നു. സിറ്റി ബേക്കറി സൂപ്പർ തണ്ണിമത്തങ്ങ സൂപ്പർ. അവിടുത്തെ പൊരിപ്പുകള് എല്ലാം നല്ല അടിപൊളിയാണ്. മുന്തിരി എല്ലാം ഫ്രഷാണ്. അന്നന്ന് ഇതാക്കുന്നതാണ്. എല്ലാവർക്കും അവിടെ പോയി വാങ്ങാം. നമ്മുടെ ചിരിയും കൂടെ വേണ്ടി വരും. അത് പാലൊഴിക്കേണ്ടി ഇതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത്ര ഉണ്ടല്ലോ, സാധനം ഉണ്ട്. കട്ട് ചെയ്ത് വെക്കാം അല്ലേ? കട്ട് ചെയ്ത് വെക്കാം. പകുതി എടുത്ത് കട്ട് ചെയ്ത്. ഇത് പാലൂടെ ഒഴിക്കുമ്പോഴേ അത്രയും കൂടെ വരുമല്ലോ. അന്നേരം പിന്നെ പാലൊഴിക്കുകയാണ് നല്ലത്. ഒഴിച്ചോ അല്ലെങ്കിൽ അത് മൊത്തം ഒഴിച്ചോ? മൊത്തം ഒഴിക്കാനോ? പാലിനകത്ത് ഉള്ള പരിപാടിയാണോ? ഓക്കെ. ഓ അവരാടാ എടുക്ക കുഞ്ഞു വരുക. അതാണ്ട ഇതൊന്ന് നോക്കട്ടാണ്ട. കുഞ്ഞിനെ എടുക്ക. എന്തോ എടുക്കാനോ? കുഞ്ഞിന് എന്തോ വേണന്നേ? എന്തുവാടാ? വേറെ എന്തോ മുന്തിരിങ്ങ വേണ? ഇനി പിന്നെന്തുവാ? വേറെ എന്തോ ഇനി കട്ട് ചെയ്ത് വെക്കണം. അത് കുഞ്ഞിന് ഇച്ചി തണ്ണിമത്തങ്ങ വേണം. തണ്ണിമത്തം വേണം. ആണോ? എന്നാ ഇച്ചിരി കുഞ്ഞിന് കൊടുക്കും. റിസ്വാന ഇരുന്ന് ചാമ്പയ്ക്ക അരിയുന്നു. എങ്ങാണ്ടൊന്ന് ചാമ്പയ്ക്ക കൊണ്ടുവന്നു ഇച്ചിരി. അത് ഇരുന്ന് അരിയ. ഇത് എന്തിനാ കുഞ്ഞ്? അച്ചാറിടാനല്ലല്ലോ, കഴിക്കാനല്ലയോ? ഇത് ഇത്രയും കൂടെ നോയമ്പം പിടിച്ചിരിക്കുന്ന വയറ്റില് ഇത് ചെന്ന് കഴിഞ്ഞാൽ കൊള്ളാം. അരിഞ്ഞ ഊട്ടുക. അച്ചാറിടാൻ ഇനി വേറെ ഇരിപ്പുണ്ട്. ഇനി നാളെ കാണാം അച്ചാറിടാൻ. വരുത്തില്ല. എങ്ങനെ മുട്ടക്കറി റെഡിയായി. ഇനി ബാക്കിയുള്ള പരിപാടിയിലോട്ട് നീങ്ങട്ടെ. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മുഹബത്ത് കാ സർബത്തുണ്ട്, മുന്തിരിങ്ങയുണ്ട്, മുസമ്പിയുണ്ട്, ഈത്തപ്പഴമുണ്ട്, തണ്ണിമത്തങ്ങയുണ്ട്, ഏത്തക്കാപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് നോമ്പുറക്കുള്ളത്. അപ്പോൾ വാങ്ക് വിളിക്കാൻ ടൈമായി. 6:33 ഇപ്പം വിളിക്കും വാങ്ക്. അവര് അപ്പുറത്തിരിപ്പുണ്ട്. പരിപാടിന്ന് കാര്യം പറയുന്നു. എല്ലാവരും വന്നിട്ട് കാണിക്കാം. എന്താ പോരെ? ബൈ.
ഗ്യാസ് അപ്പോൾ വാങ്ങ് വിളിക്കുന്നുണ്ട്. നമ്മൾ നോമ്പ് തുറന്നിരിക്കുകയാണ്. നോമ്പ് മുറി കഴിഞ്ഞു. നോമ്പ് തുറന്നിട്ട് കാണാനില്ലേ. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്ന് ജ്യൂസ് കുടിക്കാൻ പോവാം. സിറ്റി ബേക്കറിൽ എല്ലാ വിഭവവും ഉണ്ട്. എല്ലാം വെച്ച് നോമ്പ് തുറക്കാം. ഏത്തക്കാപ്പം ഇവിടെ ഉണ്ടാക്കിയതാ കേട്ടോ. ഏത്തക്കാപ്പം നല്ല പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നതേ ഇല്ല. ഇതൊന്നും ഏത്തക്കാപ്പം ഉണ്ടാക്കിയത് കാണിച്ചില്ല. ഏത്തക്കാപ്പം നമ്മൾ ഉണ്ടാക്കിയത് സിറ്റി ബേക്കറിലെ അല്ല. തിരക്ക്. അത് സമയത്ത് പിള്ളേർ കാണത്തുമില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒറ്റ കൈ വെച്ച് പിടിക്കണം. പഠിക്കണ്ട. അതുകൊണ്ട് ഇതൊന്നും എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. മതിയോ? മാലുവിനെ നോയമ്പ് മുറിയെന്ന് കാണിച്ചേ. കുടിച്ചോ ജ്യൂസ് കപ്പ വേണ്ടേ? മതിയോ? ഇപ്പം അപ്പം നോമ്പ് തുറന്ന് നിസ്കരിച്ച് വന്ന് ഫുഡ് കഴിക്കാനായിട്ട് കാണിക്കാം. ഹലോ, എല്ലാവരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഞാൻ മാത്രമേ ഉള്ളൂ ഇനി കഴിക്കാൻ. ഒരു കായും അരിയൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഞാൻ സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാമെന്ന് കരുതി. നിങ്ങളെല്ലാവരും കഴിച്ചോ? നോമ്പ് തുറന്നിട്ട് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വീടുകളിൽ? പിന്നെന്താ വിശേഷം? ബാക്കി ഇനി പിള്ളേർ വന്നിട്ട് കാണാം. ഓക്കെ. ചോപ്പിൻ്റെയോ ഇവിടെ ഒറോട്ടി കറി ഇതാണ്. എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. കട സ്റ്റാഫും ഉണ്ട്. രഞ്ജു അവനിപ്പോഴാണ് വന്നത്, താമസിച്ച്. പിന്നെ മോനും മോളും ഇല്ല. അവർക്ക് കൂട്ടുകാരൻ്റെ വീട്ടിലൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അവരത് പോകാനൊരുങ്ങുന്നത്. അതുകൊണ്ട് അവരവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞാനും ഉക്കായും രഞ്ജുവും മാത്രമേ ഉള്ളൂ കഴിക്കാൻ. ഇച്ചിരി ഇവർക്ക് കൊടുക്ക്. മുട്ടയും കൂടെ പിച്ചി. ഓക്കെ. രഞ്ജു കഴിച്ചു കഴിഞ്ഞാ? ഇപ്പോൾ ഒരു ഹായ് പറഞ്ഞേക്കും. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, പുറത്തുവരെ പോയേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തു പോയോ? എവിടാ? അത് കൂട്ടാനൊക്കെ വരെ പോയേക്കും. ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കഴിക്കാനില്ലായിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനും വാപ്പിയും രഞ്ജുവേ ഉള്ളായിരുന്നു കഴിക്കാൻ. അപ്പൊ പിന്നെ അവിടെ എന്തുവായിരുന്നു കഴിക്കാൻ? പൊറോട്ട, ചിക്കൻ കറി, പിന്നെ കേക്കും കഴിച്ചു. ഓ ശരി. അപ്പോൾ ഗൈസ്, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ റമദാൻ ഡേ 2 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ റമദാൻ ഡേ 3 ആണ്. 3ലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നാളെ കാണാം. റമദാൻ ഡേ 3 ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.